ഹലോ, ഇന്ന് രാവിലെ ഓഫീസിൽ എത്തി കുറേ കഴിഞ്ഞതിന് ശേഷം സാറിന്റെ കോൾ വരുന്നത് നേരെ സൈറ്റിലോട്ട് വന്ന്. അങ്ങനെ ഞാനും ആർച്ചയും കൂടെ ഒരു പ്ലാൻ ചെയ്തു. നമുക്ക് സ്കൂട്ടറിൽ പോവാം, എന്നിട്ട് തിരിച്ച് അതിന്റെ അടുത്ത് തന്നെ സ്റ്റുഡിയോയൊക്കെ ഉള്ള അവിടെയൊക്കെ കയറി നോക്കാം. മക്കൾക്ക് എന്തായാലും 2 ജോഡി ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതൊരു നമുക്ക് മുതലെടുക്കാം എന്ന് തന്നെ കരുതി സ്കൂട്ടറിൽ തന്നെയാണ് പോയത്. സാറും പിന്നെ എന്റെ കൊളീഗും അവിടെ തന്നെ അങ്ങ് എത്തി. അവരവരുടെ വണ്ടിയിൽ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് അളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ട് പോകാനുള്ള പദ്ധതി ഞങ്ങൾ അവിടെ ആവിഷ്കരിച്ച് കഴിഞ്ഞിരുന്നു. പെർമിഷൻ വാങ്ങിക്കാതെ പോകാൻ പറ്റാത്തത് കൊണ്ട് ചെറുതായിട്ട് സാറിന്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചു. ചെറുതായിട്ട് പറഞ്ഞതുകൊണ്ട് സാറ് പറഞ്ഞു എന്തായാലും സാറും സ്റ്റുഡിയോയിൽ കയറിയിട്ടില്ല, കൊല്ലത്തെ സ്റ്റുഡിയോയിൽ കയറിയിട്ടില്ല, അതുകൊണ്ട് ഒന്ന് കയറി നോക്കാം. ക്രിസ്മസിന് പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് നോക്കി പോയതാ. പക്ഷെ അവിടെ മൊത്തം ബ്ലാക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അതുപോലെ ഇനി ഇറങ്ങിപ്പോരുന്നു. എന്നിട്ട് മാക്സിലോട്ടാണ് വെച്ച് പിടിച്ചത്. ഇവിടെ ഒന്നും ഇല്ലേടി, ഇതുണ്ടാ? അയ്യോ, സത്യത്തിൽ ഈ ലിഫ്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു. ദൈവമേ, പെട്രി പടി കയറണോ? ഇത് സംഭവം വേറെ ഒന്നുമല്ല, മാക്സിൽ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാര്യം വണ്ടി പാർക്ക് ചെയ്തിട്ട് കണ്ട ഒരു സ്റ്റെയർ കയറി മേളിലോട്ട് അങ്ങ് പോയി. പക്ഷെ മേളിൽ കയറിയിട്ട് ഒരു വിധത്തിൽ മാക്സിൽ എത്താൻ പറ്റുന്നില്ല. അങ്ങോട്ട് മേളിൽ കയറും, താഴെ ഇറങ്ങും, എന്നിട്ടൊന്നും ഒരു വിധത്തിൽ അതിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആകെ വിചാരിച്ചു പെട്ടുപോയെന്നാണ്. അപ്പോഴാണ് ഒരു പയ്യൻ അതുവഴി വന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു ദൈവദൂതനാണ്, പക്ഷെ അല്ലായിരുന്നു. അവന് വേറൊരു വഴിക്ക് പോയത്. അത് ഗെയിമിംഗ് ഹബിൻ്റെയൊക്കെയുള്ള മാത്രമുള്ള എൻട്രൻസ് ആയിരുന്നു. അതാണ് പറ്റിയ അബദ്ധം. ബുദ്ധി ലേശം കൂടിപ്പോയതുകൊണ്ട് അവനോട് വാതുറന്ന് ചോദിച്ചതുമില്ല. അവൻ പോകുന്നതിന്റെ പുറകെ, അവൻ മാക്സിലാന്ന് കരുതി അവന്റെ പുറകെ പോയതാ. തേടില്ല, ഒരുപാട് കുത്താവേ. അവിടെ ലോക്കായിട്ട് കിടക്കുന്നത് ഉണ്ടാ? ഇല്ല, ഇത് വെറുതെ സമയം. ഞാൻ പറയുന്നേക്ക് സ്റ്റെപ്പ് കയറി പോവാ. വാ വാ, ആദ്യം പോവാ, ആ സ്റ്റെപ്പിൽ പോവാ. വാ, മാക്സിന്റെ ഓപ്പൺ ഇടി. അതിന്റെ കണ്ടായിരുന്നോ? അത് ഗെയിമിംഗ് ഹബ്ബായിരുന്നു. എങ്ങനെയെങ്കിലും തിരിച്ച് താഴെ എത്തിയപ്പോഴാണ് മറ്റൊരു ഓപ്പണിംഗ് മാക്സ് എന്ന് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നത്. ഞങ്ങൾ അന്നേരം കണ്ടില്ലായിരുന്നു. കണ്ട ഓപ്പണിംഗ് വഴി കയറിപ്പോയെന്നേ ഉള്ളൂ. സത്യത്തിലുണ്ടല്ലോ, സമയം ഒട്ടും കളയില്ലാത്തതുകൊണ്ടാണ് ആരോടും ചോദിച്ചും പറഞ്ഞു നിന്ന് സമയം കളയണ്ടെന്ന് കരുതി ഞങ്ങൾ സ്വയം കാണിച്ച വിഡിത്തങ്ങൾ. പക്ഷേ അത് ഞങ്ങളെ കൂടുതൽ സമയം വേസ്റ്റാക്കിയതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് കാര്യം വെപ്രാളത്തിൽ ചെയ്താലും ഒന്നും ശരിയാവത്തില്ല. അതിനൊരു സമാധാനത്തോടെ തന്നെ ചെയ്യണം. എന്തായാലും തിരിച്ച് ഓഫീസിലും എത്തി. അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലും എത്തി. കടയിലും ഒക്കെ കയറി എത്തിയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ എത്തിയിട്ടും നച്ചൂസിന്റെ മോളുടെ ഒരനക്കവും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ എല്ലാം ചുറ്റി നോക്കി. അപ്പോൾ ഇവിടെ ഒരു മണക്കുന്നുണ്ട്. അവിടെ എല്ലാം വീട് 4 ചുറ്റും ചുറ്റിയിട്ടാണ് ഞാൻ അവളെ കിടന്ന് കോളിംഗ് ബെല്ല് അടിച്ചു ഉണർത്തി. അവൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു സ്കൂളിൽ നിന്ന് വന്ന്. അവളെ എന്തായാലും കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ആ മണം പന്ന ഭാഗത്തോട്ട് തപ്പി ഇറങ്ങിയിട്ടുണ്ട്, പോലീസ് നായെ പോലെ. അത് വേറൊന്നുമല്ല, നമ്മുടെ പ്ലാവിലെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ചക്ക പഴുത്തിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞ കുറെ ഫ്രൂട്ട്സ് നട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും തിന്നാനുള്ള യോഗം എനിക്കില്ല. എല്ലാം കിളിയും വവ്വാലും തിന്നുകൊണ്ട് പോകും. അതിന് അമ്മ വരുമ്പോഴെല്ലാം എനിക്ക് ചീത്തയൊക്കെയും ചെയ്യും. പിന്നെ ഞാൻ ബെറാപ്പിളിന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ നിന്നും കുറെ കിളി കുത്തിയതൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് പെരയ്ക്കകത്ത് കയറി ഒരു ചായയും കുടിച്ച് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര വരെയുള്ള കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.